കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കും പ്രതിപക്ഷം വന്നത്. എല്ലാവരും ഭരണഘടനയുടെ കോപ്പി കൊണ്ടുവരുന്നു, പുറത്ത് പ്രതിഷേധിക്കുന്നു, ഗാന്ധിയുടെ പ്രതിമയുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നുള്ള പ്രതിഷേധം തുടങ്ങുന്നു. അകത്ത് നേരത്തെ ശ്രീ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ചില കാര്യങ്ങൾ, ഗഡ്കരി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കയ്യടി, മോദിക്കും അമിത്ഷായ്ക്കും ബഹളം, ഈ രൂപത്തിലുള്ള പ്രതികരണമൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ നടന്നു. ഇനി അങ്ങോട്ട് മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെ പ്ലാനിനനുസരിച്ച് പാർലമെൻറ്റിനകത്ത് പ്രവർത്തിക്കാനാകും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത്? അപ്പുറത്തും ചില പ്ലാനുകളുണ്ട്. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്ന വാർത്തകളുണ്ട്. DMK-ക്ക് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു എന്ന വാർത്തകളുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഇന്ത്യ മുന്നണിയെ പിളർത്താനുള്ള ശ്രമങ്ങൾ മറുപക്ഷത്തുമുണ്ട്. അല്ല സ്മൃതി, ഇവർ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടി, തുടർഭരണം കിട്ടി എന്നല്ലേ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലം ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ വേണ്ടത്ര അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇവരുടെ BJP-യുടെ കേവല ഭൂരിപക്ഷത്തിൽ താഴേക്ക് വരുന്നതും, അല്ലെങ്കിൽ രാമക്ഷേത്ര ഭൂമിയിൽ പോലും തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും, അല്ലെങ്കിൽ NDA-യുടെ സീറ്റ് എണ്ണം കുറയുന്നതും ഒക്കെ. ഇതിൽ നിന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് കുറേ കൂടി ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മോഹൻ വർഗീസ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിച്ചു. യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കുറേ കൂടി ജനാധിപത്യ മര്യാദ പുലർത്തിക്കൊണ്ട് ഒരു ഭരണ സംവിധാനമായിട്ട് പോകാനാണ് തയ്യാറെടുക്കേണ്ടത്. പകരം ആദ്യ ദിനം മുതൽ പഴയ പരിപാടികൾ തുടരുക എന്നുള്ളതിനപ്പുറത്തേക്ക് BJP-യുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. പക്ഷേ കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ അതിൻ്റെ ഒന്നും വാലയിൽ പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ വിഷയങ്ങളിലും, ഇപ്പം നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ നമ്മളിവിടെ സൂചിപ്പിച്ചു. എത്ര തിടുക്കത്തിലാണ് ഗവൺമെൻറ് എൻക്വയറി പ്രഖ്യാപിക്കുകയും അതിൻ്റെ നേതൃനിരയിലുള്ള ആളുകളെ മാറ്റുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പാർലമെൻറ്റിൽ ഉയർത്താൻ പോകുന്നത്. അതിന് മുമ്പിൽ BJP-യും നരേന്ദ്രമോദിയും ഉയർക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ BJP-യിൽ തന്നെ ഞങ്ങൾ BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവകാശത്തെ അല്ല എതിർക്കുന്നത്. NDA എന്ന അവർക്ക് ഭൂരിപക്ഷം കിട്ടി അവരുടെ സർക്കാരിനെ അട്ടിമറിക്കാനോ അസ്ഥിരപ്പെടുത്താനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. അവർ ഈ രാജ്യത്തെ ജനങ്ങളെ കേൾക്കാതെ വരുമ്പോൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണീര് കാണാതെ വരുമ്പോൾ, ഇവിടെ കലാപങ്ങൾ നടക്കുമ്പോൾ കലാപങ്ങൾ നടത്തുന്ന, അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നടത്തുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിക്ക് കൊടുക്കാത്ത കയ്യടി നിതിൻ ഗഡ്കരിക്ക് കൊടുക്കുന്നത്. പ്രതിപക്ഷ ബഹുമാനത്തോടെയും ജനാധിപത്യ ബോധത്തോടെയും പെരുമാറിയിട്ടുള്ള ആളുകളെ ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം പ്രതിപക്ഷ നിരയിലുള്ള ആളുകൾക്കുണ്ട്. അത് അപ്പുറത്തിരിക്കുന്ന 56 ഇഞ്ച് നെഞ്ചുകാർക്ക് ആർക്കും, ആ ഫാൻസ് അസോസിയേഷൻകാർക്ക് ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ് അവർ കൂകി വിളിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിനും അനുസരിച്ചിട്ടുള്ള പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പ്രതിപക്ഷ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ഭരണഘടനയുടെ കോപ്പികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നു. പകരം ഭരണപക്ഷത്തിരിക്കുന്നവർ മോദി മോദി എന്നുള്ളൊരു ഒറ്റ മുദ്രാവാക്യത്തിനപ്പുറം അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവരിപ്പോഴും മോദിയുടെ മാസ്മരിക ലോകത്തിലിരിക്കുകയാണ്. പക്ഷേ മോദിയുടെ മുഖം കണ്ടാൽ അറിയാം, പഴയ മോഡിയൊക്കെ പോയി പ്രഭാവം മങ്ങി ഇനി ഘടകകക്ഷികളുടെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേട് വരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ DMK-യുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള മാധ്യമ വാർത്തകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? BJP-ക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവർ DMK-യോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ പിളർത്താൻ വേണ്ടി ഒക്കെ ഒന്നും ചെയ്യേണ്ട സാഹചര്യമില്ലല്ലോ. അവർക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടുള്ള റിസൾട്ട് അല്ല കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ കിരൺ റിജു എന്ന് പറഞ്ഞ മന്ത്രി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറഞ്ഞ AICC-യുടെ പ്രസിഡന്റിനെ നേരിട്ട് പോയി കാണുകയും ക്ഷണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താ? ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് ഭയപ്പാടുണ്ട്. പാർലമെൻറ്റിനകത്ത് ഒരു ഫൈറ്റിനെ നേരിടാനുള്ള ശേഷി BJP-ക്ക് പഴയ പോലെ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് ജനാധിപത്യ ഇന്ത്യക്ക് നൽകുന്നത്. ശരി. Debate with Smriti Parithikad.